ഇത് നമ്മുടെ പ്രകാശ് വർമ്മയല്ലേ? അങ്ങേർക്ക് എന്ത് പറ്റി? അങ്ങേര് ഇതിനിവിടെ തല വെച്ച് കൊടുത്തല്ലോ എന്ന് ആലോചിക്കുക. തുടരും പോലെയുള്ളൊരു പടത്തിലൊക്കെ നല്ലൊരു അവസരം കിട്ടിയിട്ട് ഞാൻ വിചാരിച്ചു പുള്ളി ഇനി വേറെ ഒരു കുറച്ചുകൂടെ നല്ലൊരു പടത്തിൽ തല വെക്കാൻ സാധ്യതയുള്ളത് ഞാൻ കരുതി. ഇതിന്റെ ടീസർ കണ്ടിട്ട് എന്തൊക്കെയോ എവിടേക്കോ എന്തോ പ്രശ്നമുണ്ട്. ആ ലാസ്റ്റ് കാണിക്കുന്നത് മമ്മൂട്ടിയല്ലേ? ഈ വർക്കിനൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു, ഒരു മെനയാകുന്നില്ല. പ്രകാശ് വർമ്മയുടെ കൂടെയുള്ള ആ ചെറുപ്പക്കാർ പോലീസുകാരുണ്ടല്ലോ, അവരൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. അവരുടെ ആ ഡയലോഗ് ഡെലിവറിയൊക്കെ ഒരു എന്തൊരു സീരിയൽ ടച്ച് അവരുടെ എല്ലാവരുടെയും. ഒരാളിങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നു, അത് എന്തെന്നാണ് ഈ കണ്ണടച്ച് കാണിക്കുന്നത്? യെസ് സാർ ആ പേര് പറഞ്ഞുകൊണ്ടുള്ള ഇൻട്രൊഡക്ഷൻ തന്നെ മമ്മൂട്ടി ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ പ്രകാശ് വർമ്മയുണ്ട്. ഇവരൊക്കെ നിൽക്കുന്ന ഒരു പടത്തിൽ കുറച്ചുകൂടെ ടാലൻറ്റഡ് ആയിട്ടുള്ള നമുക്കിവിടെ ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു പുതുമുഖമായിട്ട് ഒരാളെ വല്ലതും എടുക്കാം പോട്ടെ, ഈ ഇവരെ എടുത്തതിൽ തെറ്റില്ല. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന് പോലും ചൊവ്വേ നേരെ പറ്റാത്ത ഇവരെ കൊണ്ട് ഈ 2.5 മണിക്കൂർ എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രഞ്ജിത്തിൻ്റെ ഡയറക്ഷനാണ് അവിടെ. രഞ്ജിത്ത് എഴുതിയിട്ടുണ്ട്, ഉദയകൃഷ്ണയാണ് സ്ക്രിപ്റ്റ്. പിന്നെ രഞ്ജിത്തിൻ്റെ പടങ്ങൾ ഫ്ലോപ്പും ഉണ്ട്, നല്ലതും ഉണ്ട്. എന്താണേലും എവിടെ ഒരു മെനകേട് പോലെ തോന്നുന്നു. എന്താണേലും പുതുമുഖങ്ങൾക്കുള്ള അവസരം എന്ന് വേണേൽ പറയാം. പക്ഷെ എനിക്ക് അവരുടെ പെർഫോമൻസിനകത്ത് അത്ര ഒരു സെറ്റപ്പം പറയാം. നീ പടം കണ്ടിട്ട് ഡയലോഗ് അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, പടം കണ്ടിട്ട് ഡയലോഗ് അടിക്കുന്നതാണ് ശരി. പക്ഷെ ഇവിടെ അവരുടെ ഇൻട്രൊഡക്ഷൻ വളരെ പോറ്, സീരിയൽ സ്റ്റാൻഡേർഡേ ഉള്ള അവരുടെ പ്രസന്റേഷൻ. പ്രകാശ് വർമ്മ അയാൾക്ക് ആദ്യത്തെ ഒരു പടം കഴിഞ്ഞപ്പം എനിക്ക് നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. ഈ പടം കഴിയുമ്പോൾ ആ റേഞ്ച് നേരെ താഴോട്ട് പോകുമെന്നാണ് എൻ്റെ സംശയം. മമ്മൂട്ടിയുടെ ബ്ലാക്കിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ എനിക്ക് തോന്നി. ആ നടന്നു വരുന്നതിനകത്ത് കയ്യും ഇത്ര ഏറിയും കണ്ടിട്ട് മമ്മൂട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്താണെങ്കിലും എല്ലാവരും പടം ചെയ്യുന്നത് വിജയിക്കാനും തിയേറ്ററിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അതുപോലെ ഈ പടവും വിജയിച്ച് ലാഭം ഉണ്ടാക്കട്ടെ. നമ്മൾ മോശം പറഞ്ഞത്, ഇത് നെഗറ്റീവ് പറയല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ. എനിക്കങ്ങനെ തോന്നി, എന്തോ എവിടെയോ ഒരു പ്രശ്നം പോലെ. ഇത് മോശമാണെന്നോ പടം കൊള്ളില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു ടീസറിൻ്റെ അകത്ത് എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത്. ഒരു ടീസറിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന് പോലും പറ്റാത്ത ആർട്ടിസ്റ്റുകൾ 2.5 മണിക്കൂർ അവരെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സംസാരിച്ചതാണ്. ഇവിടെ രഞ്ജിത്തോ ഉദയകൃഷ്ണയോ മമ്മൂട്ടിയോ പ്രകാശ് വർമ്മയോ ഒന്നും മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ടീസറിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രശ്നം. പ്രകാശ് വർമ്മയുടെ ആ ഒരു തുടരുന്നകത്തുള്ള ആ പെർഫോമൻസ് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടവരാണ്. അപ്പം അതുമായിട്ട് വെച്ച് നോക്കുമ്പം അയാൾ ഇത്രയും പീക്ക് ലെവലിലോട്ട് കയറിയിട്ട് പെട്ടെന്ന് താഴോട്ട് പോകുന്ന കണ്ടപ്പോൾ ഒരു വിഷമം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പുള്ളിയിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ടല്ലേ, പുറകോട്ടല്ലല്ലോ. ഫസ്റ്റ് പടത്തിൽ തന്നെ പുള്ളിക്ക് ഇത്രയും ഒരു ആർക്ക് ഇത്ര ഇത് കിട്ടാൻ എത്രയോ നടന്മാർ വന്നു പോകുന്നു. ഫസ്റ്റ് പടത്തിൽ തന്നെ ഇത്രയും പെർഫോം ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റിന് പറ്റുന്നുണ്ടെങ്കിൽ അയാളുടെ നെക്സ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു പടിയുടെ മുകളിലാണ്. എന്താണ് ട്രെയിലർ ഇറങ്ങുമല്ലോ, അപ്പം നമുക്കറിയാം. എന്താണെങ്കിലും ഈ ചെറുപ്പക്കാരിൽ നിന്നും ഞാൻ അധികം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പടം വിജയിക്കട്ടെ, പ്രൊഡ്യൂസർ പൈസ മുടക്കുന്നല്ലേ, അയാൾക്ക് സംബന്ധിച്ച് വരുമാനം കിട്ടേണ്ടതാണല്ലോ. ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിട്ടുള്ളതല്ലേ. നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് അവരുടെ പടം കൊള്ളില്ല എന്നൊന്നും അല്ല മോശമെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ ലൈഫ് ഇട്ട് കളിക്കില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ടീസറിൽ എന്തൊക്കെയോ പ്രശ്നം ഈ ചെറുപ്പക്കാരുടെ പെർഫോമൻസിൻ്റെ അകത്തും ഈ പ്രകാശ് വർമ്മയുടെ തുടരുമെന്നുള്ള പടത്തിൻ്റെ പെർഫോമൻസുമായിട്ട് നോക്കുമ്പം ഇവിടെ വല്ലാത്തൊരു എന്തൊക്കെയോ കടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ അത് കണ്ടെന്ന് തോന്നിയത്? നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.